ഹലോ ഗായ്സ്, നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് സ്രാവ് തോരനാണ്. അപ്പം നമുക്ക് കുറച്ച് സ്രാവ് കിട്ടിയിട്ടുണ്ട്. നമുക്കന്ന് ഇപ്പം സ്രാവ് തോരൻ വെക്കാനായിട്ട് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഓക്കേ, നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്രാവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ കാണാം. നമ്മളങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള അരപ്പിനാവശ്യമായ തേങ്ങ, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, അല്പം ജീരകം, സാദാ ജീരകപ്പൊടി, അല്പം പുളിയും ചേർത്ത് ഉപ്പുമായിട്ട് നമുക്ക് കൈ വെച്ച് ആദ്യം ഒന്ന് നല്ലപോലെ തിരുമിയെടുക്കാം. അതിലോട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരപ്പൊന്ന് തോരൻ അരയ്ക്കുന്ന രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പാണിത്. അതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവ് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് മുരിങ്ങ ഇല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമ്മളിപ്പം വൃത്തിയാക്കി നന്നായിട്ട് തിരുമ്മി എടുക്കും. ഇപ്പം നമ്മൾ ചട്ടി എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക് ഇട്ടിട്ടുണ്ട്. 2-3 ഉലുവ, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് തിരുമ്മി കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അടുപ്പിലോട്ട് ഇടാം. നമ്മുടെ പാചകക്കാരി ആരാന്ന് കാണണ്ടേ. അതുകൊണ്ട് അല്പം മെഴുക്ക് വരട്ടിക്ക് വേണ്ടി നമ്മൾ അതേ കണക്ക് തന്നെ ഇപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് പതുക്കെ വേവിച്ചെടുക്കാം. സിമ്മിലിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്രാവ് തോരൻ റെഡി.